സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയറായി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം. ഗ്രേഡ് 10 സ്റ്റേറ്റ്, ഗ്രേഡ് 9. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് 12ൻ്റെ ഫസ്റ്റ് ലെസണാണ് സോളിഡ് സ്റ്റേറ്റ്. ഈ ഒരു ലെസൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ 8th 9th 10th ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യും. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ലെസൺ കംപ്ലീറ്റഡ് ആവും. വളരെ സിമ്പിളാണ് അല്ലേ. അപ്പം നമ്മളൊരു സയൻസ് പഠിക്കണ കാലം തൊട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദർ ആർ 3 states ഓഫ് മാറ്റർ അല്ലേ. അതായത് മാറ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ആദ്യം പറയുകയാണ്, ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ബേസിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ പ്ലേലിസ്റ്റിൽ കാണും. അതിൽ ആറ്റംസ് എന്താ, മോളിക്യൂൾസ് എന്താ, മാറ്റർ എന്താ, അതായത് കെമിസ്ട്രിയിൽ അത്യാവശ്യം വേണ്ട എല്ലാ ബേസിക് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടേക്കാം. അപ്പം മാറ്റർ എന്താ നമുക്കറിയാം അല്ലേ. മാറ്റർ എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസസ് വിച്ച് ഇസ് ഹാവിങ് അതായത് അതിനൊരു വോളിയം ഉണ്ടായിരിക്കണം. അതായത് ഇറ്റ് റിക്വയർസ് എ സ്പേസ് ടു ഒക്യുപ്പൈ. അതായത് ഏതൊരു സബ്സ്റ്റൻസിനും അതിനൊരു മാസം ഉണ്ടായിരിക്കണം, അതിനെന്തായിരിക്കണം, ഒരു സ്പേസ് ഉണ്ടായിരിക്കണം, ഒക്യുപ്പൈ ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുക അല്ലേ. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് വിച്ച് ഒക്യുപ്പൈസ് എ സ്പേസ്. അപ്പം നമ്മൾ കാണുന്ന എല്ലാം മാറ്റേഴ്സാണ്. ഈ മാറ്ററിനെ നമ്മൾ 3 ആയിട്ടാണ് ചെറുപ്പം മുതൽ പഠിച്ചിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ദ മാറ്റർ, ദ സ്റ്റേറ്റ്സ്, അതായത് ആ മാറ്റർ ഏതൊക്കെ സ്റ്റേറ്റിലാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പം ഈ 3 സ്റ്റേറ്റ്സ് മാത്രമല്ല 5 states ഓഫ് മാറ്റർ ഉണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ ആൻഡ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഈ 2 സ്റ്റേറ്റും നമുക്ക് അങ്ങ് വെച്ചേക്കാം. നമുക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ല. So the matter can be classified or the matter exists in 3 different states: solid, liquid and gas. അതിൽ നമ്മൾ എന്നും നമ്മുടെ ചുറ്റും കാണുന്നത് മെയിൻലി സോളിഡിലാണ് അല്ലേ. സോളിഡ് സബ്സ്റ്റൻസ് ആണ്. നമുക്ക് ഡെയിലി തന്നെ ഒരുവിധം എല്ലാ മെറ്റീരിയൽസും നമ്മൾ യൂസ് ചെയ്യുന്ന സോളിഡ് സ്റ്റേറ്റ്. പെൻ, ബോർഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെജോറിറ്റി കാര്യങ്ങളും. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, വെള്ളം ഒക്കെ ഉണ്ട്. ബട്ട് നമ്മുടെ ചുറ്റുപാട് പെട്ടെന്ന് നോക്കിയാൽ, നമ്മൾ റൂമിൽ നോക്കിയാൽ മെജോറിറ്റി ഓഫ് ദ തിങ്സ് ആർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഈ എല്ലാ സോളിഡ്സും ഒരുപോലെയാണോ? അല്ല, എല്ലാവരുടെ നേച്ചറും ഡിഫറെൻ്റ് ആണ്. ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചിലത് നമുക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പോഞ്ച് ഒക്കെ കണ്ടില്ലേ, സ്പോഞ്ച് ഇസ് എ സോളിഡ്, റബ്ബർ ബാൻഡ് ഇസ് എ സോളിഡ് അല്ലേ. ഇതൊക്കെ സോളിഡ്സ് ആണ്. പക്ഷെ എല്ലാവരുടെയും എന്താണ്, ടെക്സ്ചർ ഡിഫറെൻ്റ് ആണ്. ആ ടെക്സ്ചർ വേണം നമുക്ക് ഡെയിലി ലൈഫിൽ ഓരോ കാര്യത്തിൽ. റബ്ബർ ബാൻഡ് ഒരു അയൺ നെയിൽ പോലെ സ്ട്രോങ് ആയാൽ നമ്മുടെ കാര്യം നടക്കുമോ? ഇല്ല. അയൺ നെയിൽ റബ്ബർ ബാൻഡ് പോലെ സോഫ്റ്റ് ആയാൽ നമ്മുടെ കാര്യം നടക്കുമോ? ഇല്ല. സോ എല്ലാ സോളിഡ്സിനും ചില ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകത ഉണ്ട് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ബോണ്ടിങ് അല്ലേ. അതിലിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ ബോണ്ടിങ്ങിനെ ആയിരിക്കും. ചിലപ്പോൾ അതിലിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനനുസരിച്ചായിരിക്കും. ഇതൊക്കെയാണ് സോളിഡ്സിന് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും എന്തുകൊണ്ട് സോളിഡ്സ് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കുഞ്ഞു ലെസണിൽ പഠിക്കുന്നതായിരിക്കും. സോ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിച്ചിരിക്കുന്നത് സോളിഡ്സിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. എന്നും അറിയുന്ന കാര്യം. നമ്മൾ ആദ്യം ടീച്ചർ നമുക്ക് ചെറിയ ക്ലാസ്സിലേ പഠിപ്പിച്ചു ഒരു ഐസ് ക്യൂബ് എങ്ങാണ്ട് ബോർഡിൽ വരയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ്. അപ്പോൾ എന്നിട്ട് കാണിക്കും ദിസ് ഇസ് എ സോളിഡ്. ലിക്വിഡ് ആകുമ്പോൾ നമുക്കൊരു വെള്ളം കാണിച്ചു തരും. എന്നിട്ട് ഗേഷ്യസ് പാർട്ടിക്കിൾ ഇങ്ങനെ ഡോട്ടൊക്കെ വരച്ച് കാണിച്ചു തരും. അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ 8th പഠിച്ച പോലെ സോളിഡ്, ഇതൊരു സോളിഡാണ്. സോളിഡാണെന്ന് എങ്ങനെയാണ് പറഞ്ഞാൽ ഇറ്റ്സ് ഹാവിങ് എ റെഗുലർ ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലേ. ഏത് സോളിഡ്സിനും എന്തുണ്ടായിരിക്കും? ഇറ്റ് ഹാസ് എ ഷേപ്പ്. ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ലേ അല്ലേ.
ചില കേസസ് ഉണ്ട് റബ്ബർ ബാൻഡ്. അപ്പോൾ ചോദിക്കും റബ്ബർ ബാൻഡിന് അങ്ങനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ അതിന് ഷേപ്പിൽ. റബ്ബർ ബാൻഡ് ഇസ് ഓൾസോ എ സോളിഡ്. അപ്പം ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, അതിലെ പാർട്ടിക്കിൾസിൻ്റെ ബോണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ചിലത് സോഫ്റ്റ് ആവുന്നതും ഹാർഡ്. സോ സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഈ ഒരു പെൻ എടുത്ത് ഇതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഡസ്റ്റർ എടുത്താലും ഇതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ബൗണ്ടറി. എന്തുണ്ട്? അതിന് ഡെഫിനിറ്റ് ആയിട്ടൊരു ബൗണ്ടറി ഉണ്ട് അല്ലേ. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ബൗണ്ടറി ഉണ്ട്. എനിക്കിപ്പോൾ ഒരു ബൗണ്ടറി ഇതിൻ്റെ ഒരു ഷേപ്പ് വരയ്ക്കണം എന്ന് വിചാരിച്ചാൽ ഐ ക്യാൻ ഡ്രോ ദ ഷേപ്പ് അല്ലേ. ഞാനൊരു ഗ്യാസിനെ പിടിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് വരയ്ക്കണം എന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. അപ്പം സോളിഡ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ബൗണ്ടറി ഉണ്ട്. മോസ്റ്റ്ലി ഓൾമോസ്റ്റ് ഓൾ ദ സോളിഡ്സ്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഓൾമോസ്റ്റ്, കാരണം നമുക്കൊന്നും 100% പറയില്ല, എല്ലാത്തിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഓൾ സോളിഡ്സ് ആർ റിജിഡ്. നമ്മൾ സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയും ഓൾമോസ്റ്റ് ഓൾ സോളിഡ്സ് ആർ റിജിഡ്. അവർ നല്ല റിജിഡ് ആയിരിക്കും അല്ലേ, കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഭയങ്കര സ്ട്രോങ് ആവണമെന്നില്ല ചിലത്, എന്നാലും കമ്പയർഡ് ടു ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ദേ ആർ സ്ട്രോങ്. എന്താണ്? സോളിഡ്സ് ആർ സ്ട്രോങ്. അപ്പം സോ ദേ ആർ റിജിഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞാകുമ്പോൾ പഠിച്ചിട്ട് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ഹാസ് എ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ബൗണ്ടറി ആൻഡ് ഇറ്റ് ഈസ് റിജിഡ്. നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റും ദെയർ കംപ്രസിബിലിറ്റി. എങ്ങനെ ഇവരെ നമുക്ക് ഇങ്ങനെ അമർത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ദേ ആർ നെഗ്ലിജിബിളി കംപ്രസിബിൾ. കംപ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, ബട്ട് ദർ ആർ മെനി തിങ്സ് വിച്ച് വി കനോട്ട് കംപ്രസ് ആൻഡ് ദർ ആർ മെനി തിങ്സ് വിച്ച് ആർ ഈസിലി കംപ്രസിബിൾ. എന്നാലും ദേ ആർ നെഗ്ലിജിബിളി കംപ്രസിബിൾ കമ്പയർഡ് ടു ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നെഗ്ലിജിബിളി കംപ്രസിബിൾ. കംപ്രസിബിൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല. ദേ ആർ നെഗ്ലിജിബിൾ ഇൻ കംപ്രഷൻ, അല്ലെ ദേ ആർ നെഗ്ലിജിബിളി കംപ്രസിബിൾ. സോ ദേ ആർ ലെസ് കംപ്രസിബിൾ നമുക്ക് പറയാം. എന്ത് പറയാം? ദേ ആർ ലെസ് കംപ്രസിബിൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞാകുമ്പോഴേ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാട്ടോ. എന്തൊക്കെയാണ്? ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ദേ ഹാവ് എ ഡെഫിനിറ്റ് ബൗണ്ടറി, ദേ ആർ റിജിഡ്, ദേ ആർ ലെസ് കംപ്രസ്. ഇനി അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്കുള്ള കാര്യങ്ങൾ പറയാൻ പോവാം. ഈ സോളിഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് വരച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ? അതിൽ കുറേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം മാറ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാറ്റർ കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് വി കനോട്ട് സീ. നമുക്കൊരിക്കലും അത് നോക്കിയിട്ട് ഈ പെന്നിൻ്റെ ഉള്ളിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടോ നോക്കി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ മാറ്റർ കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇതിനൊക്കെ നല്ല എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? ദ മാറ്റർ കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ ഈ മാറ്ററിനെ ഞാൻ കുറേ പാർട്ടിക്കിൾസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതാണ് ഈ റൗണ്ട് ഷേപ്പിലുള്ളത്. ആൻഡ് ദീസ് പാർട്ടിക്കിൾസ്, ഈ പാർട്ടിക്കിൾസിനെ നോക്കുക. ഇവരുടെ ഇടയിൽ തമ്മിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ദാറ്റ് ഈസ് in solid the particles are very closely arranged. അതാണ് അടുത്ത പോയിന്റ്. In solid the particles are very closely arranged ആണ്. എന്താണ്? very closely arranged ആണ്. Or we can say in other words that the intermolecular space between the particles are negligible. The intermolecular space, അതായത് intermolecular molecules തമ്മിലുള്ള സ്പേസ് വളരെ കുറവാണ്. The intermolecular space between the particles are very small ആണ്. ആൻഡ് ഇപ്പം നമ്മൾ ഇത് പാർട്ടിക്കിൾസിൻ്റെ intermolecular force ഇതന്നെ നമുക്ക് പറയാം due to the less intermolecular space between the particles are incompressible or കമ്പാരിറ്റീവ്ലി ലെസ് കംപ്രസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുമ്പോൾ നമുക്കതങ്ങ് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സിൻസ് ദ ഇന്റർമോളിക്യുലർ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആർ ലെസ്, ദേ ആർ ലെസ് കംപ്രസിബിൾ ഓർ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നോട്ട് കംപ്രസിബിൾ. പിന്നെ in the particles, these particles
are strongly bonded to each other. ഈ ഓരോ പാർട്ടിക്കിൾസും നല്ല സ്ട്രോങ്ലി ബോണ്ട് ചെയ്തിരിക്കുന്നത്. the particles inside a matter, അതായത് inside a solid, the particles are strongly bonded. നല്ല സ്ട്രോങ് ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നുണ്ട്. they cannot move around. അവർക്ക് ഇങ്ങനെ ഓടി നടക്കാനൊന്നും പറ്റത്തില്ല. because they are strongly bonded and they are not moving around. അതായത് ഇപ്പോൾ ഗ്യാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഗർബത്തി, ഞാനൊരു ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ട്, എനിക്ക് ആ സ്മെല്ല് ആ ഡോറ് വരെയൊക്കെ നമ്മൾ പുറത്ത് നിൽക്കണം അവിടെ വരെ കിട്ടുന്നതുകൊണ്ട് അത് ഗ്യാസ് ക്യാൻ മൂവ് അല്ലേ. ബട്ട് ഒരു സോളിഡ്, ഞാനിവിടെ ഒരു സോളിഡ് ഒരു വുഡൊക്കെ എടുത്ത്, സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്ത് വന്ന് തന്നെ നോക്കണം അല്ലേ, അല്ലാതെ എനിക്ക് അപ്പുറത്തിരുന്നൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ദാറ്റ് ഈസ് ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സോളിഡ്സ് ആർ നോട്ട് moving around, or the particles are strongly bonded to each other. So എന്താണ് എന്ത് പറ്റത്തില്ല, they cannot move around. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. അത് വിചാരിച്ചിട്ട് അവർ മൂവ് ചെയ്യുന്നില്ലെങ്കിലും they can oscillate from their position. അവരെ പൊസിഷനിൽ നിന്ന് അവർ സ്ലൈറ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം their പൊസിഷൻ ഇറ്റ്സെൽഫ് അവർ തീരെ ഓടുന്നില്ല ചാടുന്നില്ല എന്നൊന്നുമല്ല പറയുന്നത്, they can oscillate from their പൊസിഷൻ. അവരുടെ പൊസിഷനിൽ നിന്ന് അവർ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കുറച്ചൊക്കെ സോളിഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. സോ നിങ്ങളോട് ചോദിക്കുക റൈറ്റ് 3 or 4 ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ്, ഓർ വാട്ട് മേക്സ് സോളിഡ്സ് ഡിഫറെൻറ്റ് ഫ്രം ലിക്വിഡ്സ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയേണ്ട കുറച്ച് പോയിന്റ്സ്. സോ എന്തൊക്കെ, ഇറ്റ് ഇസ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ഇസ് എ ഡെഫിനിറ്റ് ബൗണ്ടറി, ഇറ്റ് ഇസ് എ ഡെഫിനിറ്റ് വോളിയം. അവർക്ക് കൃത്യമായിട്ടൊരു വോളിയം ഉണ്ട് അല്ലേ, അവർക്ക് ഇരിക്കാനൊരു സ്പേസ് വേണ്ടേ. ദേ ഹാവ് എ ഡെഫിനിറ്റ് വോളിയം, ദേ ആർ റിജിഡ് ആൻഡ് ദേ ആർ ലെസ് കംപ്രസിബിൾ. The particles in solids are very closely arranged, so the intermolecular space is less, so they are less compressible. And അടുത്ത പറയുന്നത് the particles in a solids are strongly attracted to each other, so they have a fixed position. അവർക്കൊരു ഫിക്സഡ് പൊസിഷൻ ഉണ്ട്, അത് അവരങ്ങനെ ഓടി നടന്ന് മാറൊന്നുമില്ല. but they can oscillate from their പൊസിഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സോളിഡ്സിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. ഇനിയാണ് നമ്മുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ എന്നേ വരെ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ്. സോളിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈ എന്തിനെ ബേസ് ചെയ്തിട്ട്, എന്ത് ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക എന്തിനെ ബേസ് ചെയ്തിട്ട്, അത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൺ വാട്ട് ബേസിസ് വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ. ബേസ്ഡ് അപ്പോൺ ദി, ഇനി നമ്മൾ പഠിക്കുന്നൊക്കെ പാർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പഠിക്കുക. ബേസ്ഡ് അപ്പോൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ സോളിഡ്സിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സോളിഡിനെ പുറത്ത് വെച്ചിട്ടല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് എങ്ങനെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. സോ ബേസ്ഡ് അപ്പോൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻസൈഡ് എ ക്രിസ്റ്റൽ, അല്ലെങ്കിൽ ഇൻസൈഡ് എ സോളിഡ്സിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് we are classifying the solids into 2 types. They are crystalline solids and amorphous solids. എന്താണ് crystalline solids and amorphous solids? ഇത് നമ്മൾ ഈ 2 ടേം നമ്മൾ കേട്ടിട്ടുണ്ട്. ഓർക്കണുണ്ടോ അറിയില്ല, നമ്മൾ എല്ലോട്രോപ്സ് ഒക്കെ പഠിച്ചപ്പോൾ കാർബൺ ഇസ് ഹാവിങ് എ ക്രിസ്റ്റലൈൻ എല്ലോട്രോപ്പ് ആൻഡ് അമോർഫസ് എല്ലോട്രോപ്സ് ഒക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓർക്കാത്തവർ ഓർക്കണം എന്നില്ല, വിട്ടേക്കോ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. സോ ബേസ്ഡ് അപ്പോൺ ദി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദി ക്രിസ്റ്റൽ, the solids can be classified into crystalline solids and amorphous solids. അപ്പോൾ 2 ക്ലാസിഫിക്കേഷൻ ആണ്, crystalline and amorphous solids. So today we are going to learn crystalline solids. നമ്മൾ പഠിക്കാൻ പോകുന്നത് crystalline solids ആണ്. ഞാനൊരു പിക്ചർ ഇപ്പോൾ കാണിക്കാം, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ്. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ. യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. എന്താണ് ആ 2 പിക്ചറും നോക്കിയപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്? ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ് the particles are having a regular periodic arrangement. കണ്ടല്ലോ, അവർക്ക് നല്ല റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. തൊട്ടടുത്തുള്ള ആൾക്ക് എന്താ ഇല്ലാത്തത്? അങ്ങനെ ഒരു റെഗുലർ അറേഞ്ച്മെന്റ്സ് കാണില്ല, ഒരു ഡിസോർഡർ അല്ലേ. ഒരു മോളിക്യൂൾ, ഒരു ആറ്റം, അതായത് പാർട്ടിക്കിൾസ് ആണ് ഉള്ളിൽ കിടക്കുന്ന, ഒരു പാർട്ടിക്കിൾസ് അവിടെയാണെങ്കിൽ വേറെ ഒരു പാർട്ടിക്കിൾ അപ്പുറത്ത്, അങ്ങനെ ഒരു ഓർഡർ ഇല്ല. അപ്പം നമ്മൾ എന്തിലാ പഠിക്കാൻ പോകുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡ്. ഇപ്പം മനസ്സിലായല്ലോ ഫസ്റ്റ് തന്നെ ഡിഫറൻറ്റ്. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ഹാവിങ് എ റെഗുലർ പീരിയോഡിക് അറേഞ്ച്മെൻറ്റ്. അവർക്ക് റെഗുലർ ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ. അമോർഫസിന്
ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നിങ്ങൾക്ക് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ഒരു എക്സാമ്പിൾ കാണാം. In that crystalline solids, large number of small crystalline solids will be available. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ, അതായത് ആ വലിയ ക്രിസ്റ്റൽ കണ്ടല്ലോ, അതിനുള്ളിൽ വീണ്ടും ചെറിയ സ്മോൾ ക്രിസ്റ്റൽസ് ഉണ്ടാവും. ആൻഡ് ദീസ് ക്രിസ്റ്റൽസ് ആർ ഓൾസോ ഹാവിങ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അവർക്കും എന്തുണ്ടാവും? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് എന്നൊരു ഡെഫിനിറ്റ് ജോമെട്രി ഉണ്ടാവും. ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും. ഈ വലിയ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലെ ക്രിസ്റ്റൽസിനും ഒരു ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും. ഇനി നമ്മൾ നേരെ പാർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ the arrangement of these particles are in a long range order. ഒരു ലോങ് റേഞ്ച് ഓർഡർ ആണ്. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 4 ആൾക്കാർ നല്ല വൃത്തിയിൽ, പിന്നുള്ള ആൾക്കാർ ഇങ്ങനെ. ഇപ്പം ഇതെന്താ? ഇത് ഷോർട്ട് റേഞ്ച് ഓർഡർ. അവർ അറേഞ്ച്മെൻറ്റ് എന്തല്ല, ഒരു ലോങ് റേഞ്ചിലല്ല. അപ്പം ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ്. അത് എന്ത് ചെയ്യും? ആ ഒരു അറേഞ്ച്മെൻറ്റ് ആ ക്രിസ്റ്റൽസിൽ കംപ്ലീറ്റ് ആയിട്ട് അതിങ്ങനെ ഉണ്ടാവും. ആ ഒരു പെർട്ടിക്കുലർ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ആ ക്രിസ്റ്റലിൽ കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സോളിഡിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ദേ ഹാവ് എ ലോങ് റേഞ്ച് ഓർഡർ. അവരൊരു ഓർഡർ പകുതി വഴി നിന്നൊന്നും തെറ്റില്ല. ദേ ഹാവ് എ ലോങ് റേഞ്ച് ഓർഡർ. അപ്പോൾ എന്തൊക്കെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പറഞ്ഞത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ have an orderly arrangement, and these orderly arrangement അല്ലെങ്കിൽ it has having a long range order. അവർക്ക് എന്തുണ്ട്? ഒരു ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. പിന്നെ they have a sharp melting point. ഇങ്ങനെയൊക്കെ ഓർഡർലി അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ടാവും? they have a sharp melting point. അവർക്കൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഓരോ എലിമെൻറ്റ്സ്, ഇപ്പോൾ അയൺ എടുക്കണമെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ അത് എന്താവുള്ളൂ? മെൽറ്റ് ചെയ്യത്തുള്ളൂ. ഇനി വേറെ ഏതെടുത്താലും, ഇപ്പം നമ്മുടെ ഐസ് എടുത്താലും നമുക്കറിയാം ഐസ് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ, ആ ഡെഫിനിറ്റ് ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ ഐസ് എന്താവുള്ളൂ? 0 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ ഐസ് എന്തായുള്ളൂ? മെൽറ്റ് ചെയ്യുള്ളൂ. സോ ദേ ഹാവ് എ ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഇതൊക്കെ ഇവർ ഈ ഓർഡർലി അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ്. പിന്നെ അവരെ ക്ലീവേജ് പ്രോപ്പർട്ടി, ദേ ഹാവ് എ ഷാർപ്പ് ക്ലീവേജ് പ്രോപ്പർട്ടി. അവർക്ക് നല്ല ഷാർപ്പായിട്ടുള്ള, അതായത് ഇപ്പം ഞാനൊരു ഒരു സാധനം, ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് മുറിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള, നല്ല ഡെഫിനിറ്റ് ആയിട്ടുള്ള പീസസേ കിട്ടത്തുള്ളൂ. അല്ലാതെ ഇത് മുറിച്ച് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ഷേപ്പ് അങ്ങനെയൊന്നുമില്ല. ഐ ഹാവ് ഒരു ഡെഫിനിറ്റ്, അവരുടെ ക്ലീവേജിൻ്റെ സർഫേസ് എങ്ങനെ ഇരിക്കും? നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ക്ലീവ്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഇപ്പം ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ബോൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എന്തായിരിക്കും? അതിൻ്റെ നടും ഇതിൻ്റെ ഹാഫും അങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. അതേപോലെ തന്നെയാണ് അവരുടെ ക്ലീവേജ് പ്രോപ്പർട്ടി. എങ്ങനെ? ദേ ഹാവ് എ ഡെഫിനിറ്റ്, അതായത് നല്ല ക്ലീൻഡ് ആയിട്ടുള്ളൊരു ക്ലീവേജ് ഉണ്ട്. ദേ ഷോ എ ക്ലീൻ ക്ലീവേജ് പ്രോപ്പർട്ടി. അവർക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലീവേജ് തന്നെ അവർക്ക് തരാൻ പറ്റും. ഇനി നമ്മൾ കേൾക്കാത്ത ഒരു പോയിന്റ് കൂടെ പറയാം. ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എന്താണ് ഇതന്നെ? ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു മെൽറ്റ് എ പെർട്ടിക്കുലർ, അതായത് എത്ര എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുക്കണം ഒരു പെർട്ടിക്കുലർ സോളിഡ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് ഹീറ്റ് ഓഫ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. സോ ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു പെർട്ടിക്കുലർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ, അവരുടെ നേച്ചറിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ദേ വിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർ മെൽറ്റ് ചെയ്യുള്ളൂ. സോ ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡെഫിനിറ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. സോ ദേ ഹാവ് ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ്, ദേ ഹാവ് എ ക്ലീൻ ക്ലീവേജ് പ്രോപ്പർട്ടി, ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. എന്നും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റ്. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷെ നമുക്കൊരു ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരും. ദ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. എന്താണ് അനൈസോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെൻ certain properties like refractive index അല്ലെങ്കിൽ thermal conductivity, ചില physical properties, when we measure in crystalline solids, when we measure in a crystalline solid, they give different values for these physical properties. They give
different values for this physical property. അതായത് ചില എല്ലാ ക്രിസ്റ്റലൈൻ സോളിഡ്സും ഇല്ല. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു എക്സാമ്പിൾ ആണ് ഡയമണ്ട്. ഇപ്പോൾ ഡയമണ്ട് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. പക്ഷേ ചില ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമ്മൾ ചില ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ മെഷർ ചെയ്യുമ്പോൾ ദേ വിൽ ഗിവ് ഡിഫറെൻറ്റ് വാല്യൂസ് വെൻ വി മെഷേർഡ് ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അതായത് ഞാൻ ചില ഡയറക്ഷനിൽ നിന്ന് മെഷർ ചെയ്യണ സമയത്ത് എനിക്ക് ഇപ്പോൾ ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ എനിക്കൊരു ഡെഫിനിറ്റ് വാല്യൂ കിട്ടി. ഇവിടുന്ന് മെഷർ ചെയ്തപ്പോൾ എനിക്ക് വേറൊരു വാല്യൂ കിട്ടി. ഇവിടുന്നാണ് മെഷർ ചെയ്തപ്പോൾ എനിക്ക് വേറെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനൈസോട്രോപ്പി. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ത് കാണിക്കുന്നുണ്ട്, അനൈസോട്രോപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ, ക്രിസ്റ്റലൈനിൽ എല്ലാം ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ്, ദെൻ വൈ ദേ ആർ ഷോയിങ് അനൈസോട്രോപ്പി? സോ വാട്ട് ഈസ് അനൈസോട്രോപ്പി? Anisotropy means certain crystalline solids will show different values for different properties, like different physical properties like refractive index or thermal conductivity when measured from different direction. അതായത് പല ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ പല വാല്യൂസ് തരും. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. വൈ ദേ ആർ ഷോയിങ്, അതിൻ്റെ അതാ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പി കാണിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിപ്പോയത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫോം ഓഫ് സോളിഡ് ഷോ അനൈസോട്രോപ്പി ആൻഡ് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മനസ്സിലാവും. അതായത് ഇതൊരു ക്രിസ്റ്റൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ ആ ഡോട്ട് കാണിക്കുന്നത് പാർട്ടിക്കിൾസ് ആണ്. അതിൽ പോസിറ്റീവ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക ക്രിസ്റ്റൽസിൽ. അതായത് അതാണ് ഞാൻ 2 കളർ ഡോട്ട്സിൽ വരച്ചിരിക്കണം. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് മെഷർ, അതായത് ഇപ്പം ഞാൻ വേർട്ടിക്കലായിട്ട് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ റെഡ് ബോൾസും മാത്രമാണ്, അല്ലേ, റെഡ് അയോൺസ് മാത്രമാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ ഞാൻ ഹൊറിസോണ്ടൽ പൊസിഷനിൽ മെഷർ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ബോൾസാണ് വരുന്നത്, റെഡ്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പം ഇങ്ങനെ സ്ലാൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാം ആ ഒരു മെഷറിങ്ങിൽ വരുന്ന കളർഡ് ബോൾസ് അല്ല, അത് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അവിടെ കണ്ടോ ഓരോ സൈഡിൽ മെഷർ ചെയ്യുമ്പം വരുന്ന അയോൺസിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പം ഓരോ ടൈപ്പ് ഓഫ് അയോൺസിനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഒരു വാല്യൂ ആയിരിക്കും അവിടെ കാണിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഈ അനൈസോട്രോപ്പിയിൽ പറയുന്നത്. അതായത് ചില എല്ലാ ഫിസിക്കൽ ക്യാരക്ടേഴ്സൊന്നും പറയില്ല, ചില ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നമ്മൾ മെഷർ ചെയ്യുമ്പം ഓരോ ഡയറക്ഷനിലും ഓരോ വാല്യൂസാണ് തരിക എന്നുള്ളത്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ വാട്ട് ഈസ് anisotropy? Anisotropy is a property in which some physical properties shows different values when measured from different direction. Most of the crystalline solids are anisotropic. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ എന്താണ് anisotropy എന്നുള്ളത്. അപ്പോൾ anisotropy മനസ്സിലായല്ലോ. അതായത് ആ പിക്ചറിൽ നോക്കിയിട്ട് മനസ്സിലായി. അപ്പം എല്ലാ ക്രിസ്റ്റലൈൻ സോളിഡ്സും അല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ട് ഡയമണ്ടിനൊന്നും അങ്ങനെയല്ലല്ലോ, അവർക്കൊരു ഡെഫിനിറ്റ് ഞാൻ എല്ലാമല്ല, ചില ക്രിസ്റ്റലൈൻ സോളിഡ്സ്. എന്ത് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ 100% എല്ലാവരും ഉൾപ്പെടുത്തൊന്നുമില്ല. സം എക്സെപ്ഷൻസ് വിൽ ബി ദേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പഠിക്കാനുള്ള. വളരെ സിമ്പിളാണ്. ഇന്നത്തെ കുറച്ച് ടോപ്പിക്കേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് എമോർഫസിനെ കുറിച്ചിട്ട് കൂടുതൽ ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അയേൺ, പിന്നെ സൾഫർ, ഫോസ്ഫറസ്, സോഡിയം ക്ലോറൈഡ്, ദീസ് ആർ സം ഓഫ് ദി. പിന്നെ നമ്മുടെ ഡയമണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഡയമണ്ട്, എലോട്രോപ്പ് ഓഫ് കാർബൺ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. സോ ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പോൾ ഇത്രയും കാര്യം നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളുക. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഡെപ്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.